കഴിഞ്ഞ ദിവസം നിള 24-ൽ തദ്ദേശ പോരാട്ടം എന്ന ഡിബേറ്റിൽ ഞാൻ പറയാത്ത ഒന്ന് രണ്ട് പരാമർശങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ഷൗക്കത്ത് ചോദിക്കുകയാണ്, 20 ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പറെ കൊണ്ടുവന്നു എന്ന രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശം വരുന്ന സമയത്ത് അതിന് മറുപടി പറയുകയാണ്. ഞാൻ മറുപടി പറയുന്ന സമയത്താണ് ആ സദസ്സിൽ നിന്ന് തന്നെ ഒരാൾ എന്നോട് കുടുംബക്കാരത്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ് സ്വാഭാവികമാണ് എന്ന്. ആ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ 4 വർഷം ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഒന്നും നടക്കാത്ത കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി 2019-ൽ തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ 4 വർഷം ഒന്നും ചെയ്യാതെ കടക്കുന്നത് ഈ കഴിഞ്ഞ വർഷം മുതൽ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റതുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഏലംകുളത്തെ ആളുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ മാലിന്യം നിറഞ്ഞു നിന്ന് ടൺ കണക്കിന് മാലിന്യമായിരുന്നു ഏലംകുളം പ്രദേശത്തും അതേമാതിരി തന്നെ MCFലും. ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഇപ്പോൾ അത് ക്ലീനാക്കി. കുടിവെള്ളം സംസ്ഥാനത്ത് 2019-ലാണ് ജൽജീവൻ മിഷൻ ആരംഭിക്കുന്നത്. ഈ ഗ്രാമപഞ്ചായത്ത് 5 വർഷമായി കുറച്ച് ആളുകൾക്ക് കണക്ഷൻ കൊടുത്തു എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ മോണിറ്ററിംഗ് കൃത്യമായി നടത്തി വാട്ടർ അതോറിറ്റി വകുപ്പുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടത്തിയതിൻ്റെ ഭാഗമായി ജില്ലയിലെ ആദ്യത്തെ 1ാമത്തെ കുടിവെള്ള ഗ്രാമപഞ്ചായത്തായിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഭവന പദ്ധതി. ലൈഫ് ഭവന പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറിച്ചിരിക്കുകയായിരുന്നു. 150 വീടാണ് 4 വർഷമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞത്. ഈ ഭരണസമിതി വന്നു, 456 ആളുകൾക്കാണ് നമുക്ക് വീട് കൊടുക്കാൻ കഴിയുക. അതിൽ 150 ആൾക്ക് UDFിൻ്റെ ഭരണസമിതി കൊടുത്തു. ബാക്കി 306 വീട് ഫുള്ളായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ഭാഗികമായിട്ടുള്ള വീടുകൾക്ക് അതിൻ്റെ ബാക്കി ഫണ്ട് ഈ സാമ്പത്തിക വർഷം എല്ലാവർക്കും വീടും ഭൂമി കൊടുക്കും എന്നുള്ളത് LDFിൻ്റെ സ്വപ്നമായിരുന്നു. അത് കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കൂടി സ്വീകരിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഏലംകുളത്തെ UDFിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഭരണസമിതിക്കെതിരൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഈ 4 വർഷം നടന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആ ഡിബേറ്റിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് ഓരോന്ന് എണ്ണി പറയുന്നുണ്ട്. അഴിമതി, എത്രയോ ആയിരക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ പ്രസിഡൻ്റാണ്. ആ അഴിമതിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു മെമ്പർ LDF പാളയത്തിലേക്ക് വന്ന് ആ ഭരണസമിതിയെ മാറ്റിക്കൊണ്ട് LDFിൻ്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഈ LDFും UDFും പോകുന്നതൊന്നും പുത്തരിയല്ല, നമുക്കൊക്കെ അറിയാം. ഞങ്ങളെ മണ്ഡലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി സാഹിബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവർ പാരമ്പര്യവും ഇതൊന്നും UDF ഞങ്ങളെ പഠിപ്പിക്കേണ്ട. എനിക്ക് പറയാനുള്ളത്, ഈ വളച്ചൊടിച്ചത് വളരെ കൃത്യമായി ഞങ്ങളതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം അതിൽ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെയാണ് ഈ നിള എന്ന് പറയുന്ന ചാനൽ തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. അതെന്തായാലും രണ്ടാമത് ഞങ്ങൾക്ക് നിങ്ങൾ തന്നതുകൊണ്ട് അതിനുള്ള മറുപടിയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാജയ ഭീതി പൂണ്ട UDF ഏലംകുളത്ത് ഈ 1 വർഷക്കാലമായി അതിലൊരു പ്രധാന വിഷയം എന്താ വെച്ചാൽ, 1 വർഷക്കാലമായി ഞങ്ങളെ ഭരണം ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തി എന്നുള്ളത് UDF തന്നെ സമ്മതിക്കുക. UDF സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സമരം
ഈ ഒരു വർഷമായി ഈ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു? ഇല്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ നഷ്ടപ്പെട്ട 4 വർഷം അവർ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ പദ്ധതികളും കൃത്യമായി LDFിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വർഷമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ആ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഏലംകുളത്തെ മുഴുവൻ ജനതയും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFിനൊപ്പം നിൽക്കുന്ന രീതിയുണ്ട്. ആ രീതി കണ്ടുകൊണ്ട് അതിൻ്റെ ഭയപ്പാടിൽ UDF പുതിയ കുടില തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മിനിഞ്ഞാന്ന് നടന്ന ഡിബേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചും ചരിച്ചൊക്കെ വെച്ച് ആളുകളെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നത്. ഒരു കാര്യം പറയാം, ഇവിടെ LDF ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊല്ലം നടത്തിയ കഴിഞ്ഞ നഷ്ടപ്പെട്ട 4 വർഷം ഈ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഈ അടുത്ത നാളുകളിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിൽ ഡിസംബർ 20 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷത്തോടു കൂടി LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏലംകുളത്ത് അധികാരമേൽക്കുമെന്ന് അടിവരയിട്ട് പറയുകയാണ്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.